friends, welcome back to my channel. ഞാൻ Manjusree. ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒരു നാടൻ റെസിപ്പിയാണ്. എൻ്റെ കുട്ടിക്കാലത്തെ ഓർമ്മകളിൽ എന്നോട് ചേർന്ന് നിന്നിരുന്ന രുചി എന്ന് വേണമെങ്കിൽ പറയാം. ഉള്ളിയും മുരിങ്ങക്കായും കൂടിയുള്ള തീയലാണ് നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കുന്നത്. പുളി ഒഴിച്ച് തേങ്ങ വറുത്തരച്ച് ഉണ്ടാക്കുന്ന ഒരു കറിയാണ് തീയൽ. മിക്കവാറും എല്ലാ പച്ചക്കറികൾ വെച്ചിട്ടും നമുക്ക് തീയൽ ഉണ്ടാക്കാം. അപ്പോൾ ഉള്ളിത്തീയൽ ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ചെറിയുള്ളിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ചെറിയുള്ളി നീളത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണിത്. പിന്നെ വേണ്ടത് 1-2 മുരിങ്ങാക്ക. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ചെറിയ ഉള്ളി കൂടുതലും മുരിങ്ങാക്കായുടെ അളവ് കുറച്ചു എടുക്കണം. പിന്നെ വേണ്ടത് 2 തണ്ട് കറിവേപ്പില, അരമുറി തേങ്ങ ചിരകിയത്, 2 ടേബിൾ സ്പൂൺ മല്ലി, 3 പച്ചമുളക്, 5 വറ്റൽമുളക്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള പുളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്. കടുക് വറുത്തെടുക്കുന്നതിനായിട്ട് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ്. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കടുക്, ചുവന്നുള്ളി ചെറുതായിട്ട് നുറുക്കിയെടുത്തത്, 2 വറ്റൽമുളക്, 1-2 തണ്ട് കറിവേപ്പില. ചൂടായ പാനിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമുക്കിനി മല്ലി ചേർത്ത് കൊടുക്കാം, വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഇതിലേക്ക് നമുക്കിനി കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ടായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മിനിറ്റ് സമയമെങ്കിലും നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ മല്ലി ചെറുതായിട്ട് മൂത്ത് വരുമ്പോൾ, ഒന്ന് ചെറുതായിട്ട് പൊട്ടി വരാൻ തുടങ്ങുമ്പോൾ വേണം നമുക്കിതിനകത്തേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ഇളക്കി കൊടുത്തോണ്ടേയിരിക്കണം. എന്നിട്ട് ഈ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന വരെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം. ഇപ്പോൾ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. മൂത്ത് വന്ന് നല്ലൊരു ബ്രൗൺ കളർ ആവുന്നവരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴാണ് നമ്മൾ ഇതിനകത്തേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഈ തേങ്ങയുടെയൊക്കെ ഈ ചൂടിൽ ഇരുന്നിട്ട് വേണം ഈ മഞ്ഞൾപ്പൊടിയുടെ ഈ പച്ച ടേസ്റ്റ് ഒന്ന് മാറി വരാനായിട്ട്. ഇനി ഈ മിക്സ് നമുക്കൊന്ന് തണുക്കാൻ വെക്കാം. തണുത്ത് കഴിയുമ്പോഴാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. കുറച്ച് മാത്രം വെള്ളം ചേർത്ത് നല്ല വെണ്ണ പോലെ നമുക്കിത് അരച്ചെടുക്കണം. അതേ പാനിലേക്ക് തന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അതിലേക്ക് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഉള്ളിയും പച്ചമുളകും മുരിങ്ങാക്കായും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നാലാണ് നമ്മൾ ഇതിനകത്ത് ചേർത്ത വെളിച്ചെണ്ണ ഈ വെജിറ്റബിളിലൊക്കെ പിടിച്ചിട്ട് നല്ലൊരു ടേസ്റ്റ് തീയലിന് കിട്ടുകയുള്ളൂ. എന്നിട്ട് ഈ ഉള്ളിയും മുരിങ്ങാക്കായും വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാനൊരു 1/2 ഗ്ലാസ് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ വെജിറ്റബിളിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെക്കാം. ഇപ്പോൾ ഉള്ളി മാത്രം ഉപയോഗിച്ചിട്ടുള്ള തീയലാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ വെള്ളം അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ മുരിങ്ങാക്ക ചേർക്കുന്നതുകൊണ്ട് മുരിങ്ങാക്കയ്ക്ക് കുറച്ച് വേവ് കൂടുതലാണ്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് ഞാനിവിടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. എന്താണെങ്കിലും മുരിങ്ങാക്ക നന്നായിട്ട് വേവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും. അതിനുശേഷം മാത്രമാണ് നമ്മൾ പുളി ചേർക്കാൻ പാടുള്ളൂ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടാവും ഉള്ളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, അതേപോലെ മുരിങ്ങക്കായി നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഉള്ളിത്തീയൽ മാത്രമാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇത്രയ്ക്ക് സമയം എടുക്കില്ല വേവാനായിട്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വേവിച്ചെടുക്കാൻ സാധിക്കും. ഇപ്പോൾ മുരിങ്ങക്ക നന്നായിട്ട് വെന്തോന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷമാണ് ഞാനിവിടെ പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ആ കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ വെജിറ്റബിൾ വേവുന്നതിന് മുമ്പ് പുളി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വെജിറ്റബിൾ നമുക്ക് വേവിച്ചെടുക്കാൻ സാധിക്കില്ല. ഇനി ഇത് 1-2 മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് തിളയ്ക്കാൻ വിടണം. അപ്പോഴാണ് ഈ പുളി വെജിറ്റബിൾസിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ട് നല്ല ടേസ്റ്റ് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ച് ഞാൻ ബാക്കിയുള്ള അരപ്പ് കൂടെ ഒന്ന് കഴുകി ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് തിളച്ച് വരണം. എന്നാലാണ് ആ തേങ്ങയുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുകയുള്ളൂ. അതിനുശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്കിതെങ്ങനെയാണ് കടുക് വറുത്തിടുന്നതെന്ന് നോക്കാം. കടുക് വറുത്തിടാനായിട്ട് ഞാനിതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
അതിലേക്ക് നമുക്കിനി വറ്റൽമുളക് മുറിച്ച് ചേർത്ത് കൊടുക്കാം, ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി മൂത്ത് വരുന്നവരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ വളരെ ടേസ്റ്റിയായ നമ്മുടെ ഉള്ളിത്തീയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. നിങ്ങളിതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. എന്നാലാണ് ഇനിയും ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഇങ്ങനെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ദിവസം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.